സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം നമുക്ക് കിട്ടാൻ പോകുന്നത് ഭാഗ്യങ്ങൾ എത്രയാണ്. അതേ സമയത്ത് നമുക്കത് കിട്ടൂലേ എന്ന് ആലോചിക്കണില്ല. പിന്നെ ആലോചിക്കണം എങ്ങനെയാണ് കിട്ടാതിരിക്കണം എങ്ങനെ നമുക്കല്ലാതെ ആർക്ക് കൊടുക്കാനാണ്? നമ്മക്കും കൂടെ സ്വർഗം പഠിച്ചോന്നതല്ലേ, ഇങ്ങനെ ആർക്ക് കൊടുക്കും? ആർക്കും കൊടുക്കേണ്ടി പഠിച്ചോനെ. നമ്മളോ ഈ നാട്ടിൽ നല്ലൊരു നമ്മൾ തന്നെയല്ലേ. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതുപോലെ ഈ നാട്ടിലെ നല്ല ആണ് ഞാനാണല്ലോ, ഈ നാട്ടിലെ നല്ല പെണ്ണും ഞാനാണല്ലോ. ആണും പെണ്ണും വിചാരിക്കുക ഞാനാരാ? ഞാൻ വലിയ ആളല്ലേ, പഠിച്ച ആളല്ലേ, ഞാൻ ഇൽമുള്ള ആളല്ലേ എന്ന് ഇൽമിന്റെ കോത്തമ്പികൾ അങ്ങനെ വിചാരിക്കും. തലയക്കെട്ടിന്റെയും തൊപ്പിന്റെയും വലിപ്പത്തിനനുസരിച്ചും വയറിന്റെ നീട്ടത്തിനനുസരിച്ചും സ്വർഗത്തിന് ദർജ കൂടും എന്ന് നമ്മൾപ്പെട്ട പമ്പര വിഡ്ഢികൾ എന്നും പറയാൻ പറ്റില്ല. വിഡ്ഢികൾ എന്ന് പറഞ്ഞാല് നമ്മളെ അങ്ങനത്തെ വിഡ്ഢികളെ കൂട്ടിയത്തിൽ കുട്ടികൾ വിഡ്ഢികൾ കേസ് കൊടുക്കും. അത്രയും നിലവാരം കുറഞ്ഞ വിഡ്ഢികൾ. തലയിൽ ഒരു തെരിക കയറ്റിച്ചു എന്ന കാരണത്താൽ, ഒരു വെളുത്ത തെരിക തലയെ കയറ്റിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ മരിച്ചു കിട്ടാത്തിൽ ബേജാറിലാണ്. എന്തുകൊണ്ട്? മരിച്ചാൽ നമുക്ക് സ്വന്തം എന്നാണ് ഈ തെരിക വെച്ച് നമ്മളെപ്പോഴത്തെ വിചാരിക്കുന്നത്. നല്ലവരുണ്ടോ ഇല്ല എന്നുള്ളതല്ല, നല്ലവരുണ്ടാവുമല്ലോ ആലിമീങ്ങളെ കൂട്ടത്തിൽ, ഉറപ്പല്ലേ? നമ്മളെപ്പറ്റി അവിടെ വർത്തണം, നമ്മളെപ്പറ്റി പറയാണ്. ഇപ്പം നമ്മൾ 1 2 3 4 ഒരു തിരികെ വെച്ചാൽ ഞാൻ തന്നെ 1 2 3 4 5 6 7 11 നല്ലൊരു അതതാ. നിങ്ങൾ 10, ഞാനൊന്നും 11. ഈ 11 ആളെ പറ്റിയാണ് ഇവിടെ വർത്തനം. ഇനി വേറൊക്കെ കേൾക്കാം, അതിൽ പെടുവോ ഞാൻ പെടാതിരിക്കുന്നതും ഒരാളേക്ക് അവരെ പറ്റി ഇവിടെ വർത്താനം. നമ്മൾ 11 തെരുകക്കാരെ പറ്റിയാണ് അവിടെ വർത്താനം. നമ്മൾ മരം പിടിക്കാനൊന്നും പോണില്ലല്ലോ അവിടെ തലയിൽ സാധനം കയറ്റിച്ച്. സുന്നത്തല്ലേ? സുന്നത്താണ്, അതിനകത്തും ഫർളുണ്ട്. തലയെ കെട്ടണമെങ്കിൽ ആദ്യം തുണി എടുക്കണോ? എടോ, തലയെ കെട്ടൽ സുന്നത്ത് കിട്ടണമെങ്കിൽ ആദ്യം തുണി എടുക്കൽ അവരത്ത് മറക്കണ്ടേ? നമ്മളെ വിചാരം എന്താണെന്ന് വെച്ചാൽ ബ്രോക്കർ നിക്കാഹ് കഴിഞ്ഞു, ഒരു വട്ടം അങ്ങനെ പെണ്ണിനെ കണ്ടിട്ടുണ്ട്, ആ തിരക്കടില്ല എന്ന് പറഞ്ഞു, നിക്കാഹും കഴിഞ്ഞു. ഇന്ന് എത്ര തീയതി? ഏപ്രിൽ 21. ഏപ്രിൽ 30 കല്യാണം വെച്ചോ. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? കൂടുതൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ താല്പര്യമുള്ള ബ്രോക്കർ ഓരോ വരവിന് നമ്മൾ 2000 3000 ഒക്കെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയും വന്നു, നിക്കാഹ് കഴിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ അർഹതയോടുകൂടെ വരാം. എന്തുകൊണ്ട്? കെട്ടിച്ചെന്നല്ലോ. അന്നുള്ള ഒരു 2000 കൂടി വന്ന് വാങ്ങണമെന്ന് പൂതിയുണ്ട്. അപ്പോൾ അന്ന് അവൻ എന്ത് ചെയ്തിട്ടെന്നറിയോ? നമ്മളെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ പൈസ കണക്കാക്കിയിട്ട് നല്ല നാവ് നീട്ടിയിട്ട് അവളെ മാത്രം പറയുന്നത്. അവൾ ആരാന്നാ വിചാരിച്ച്? അവൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അവളാരാ? അവളെന്ന് പറഞ്ഞാല് സൂര്യ വിളിക്കാൻ നേരം വൈകിയാലും അവളൊന്ന് ചിരിച്ചാൽ മതി. ജമീൻ ഓർ അസ്മാൻ, ഭൂമിയും ആകാശമൊക്കെയാണ് വിളിച്ചാൽ പോക്കും. അവളൊന്നാണ് ഫലഖ് സുബ്ഹ്. അവളൊന്ന് പുഞ്ചിരിച്ചാൽ പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെയാണ്. ഇദാ ഖാമത തദറഅൽ മിസ്കു മിൻഹുമാ നസീമ الصباح ജാഅത് ബിറയ്യിൽ ഖറംഫുലീന്ന് ഖൈസ് പറഞ്ഞതുപോലെ അവളെ നെണീറ്റുന്ന തന്നെ കസ്തൂരി ഒഴുകുന്നതാണ്. ഇങ്ങനെ അവളുടെ സുമോനമായ ഭാഗ്യങ്ങളെല്ലാം നമ്മളങ്ങനെ കേൾപ്പിച്ചപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ആലോചനയാണ്, പുതിയാപ്പിള ആലോചിക്കുന്ന ഒരു ആലോചനയാണ്. എന്താണ്? പടച്ചോനെ എൻ്റെ ഒരു ഭാഗ്യം, പടച്ചോനെ എൻ്റെ ഒരു ഭാഗ്യം, 30-ാം തീയതിയോടുകൂടെ അത് എനിക്ക് കിട്ടാൻ പോകല്ലേ. ഇപ്പോൾ ഞാനിന് അവകാശം തന്നെ എന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിൾ എടുത്ത് എന്നാൽ 10 മിനിറ്റ് ഓടിയാലും അവളെ പരിയിലെത്തും. ഇപ്പോഴും എനിക്ക് പോകാം. ഇന്ന് വൈകുന്നേരം എനിക്ക് ബീച്ചിൽ വളയും കൊണ്ടുപോവാം. എന്തല്ലേ മുതൽ? ഞാനല്ലേ എൻ്റെ ആള്, എനിക്കല്ലേ കിട്ട, ഞാനല്ലേ നിക്കായിട്ട്. ഈ ബ്രോക്കർ ഈ പുതിയണ്ണിന്റെ ശാലീനതയും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ പറയുമ്പോ ഈ പുതിയാപ്പിളയുള്ളൊരു മനസ്സുണ്ട്. എന്താ? ഇരിക്ക് കിട്ടാൻ പോകുന്നൊരു മുതലേ
എനിക്ക് കിട്ടാൻ പോരുന്നത് മുതലേ, എനിക്ക് കിട്ടാൻ പോകുന്നൊരു മുതലേ എന്നാണ് അവന്റെ മനസ്സ്. ഇതാണ് സ്വർഗത്തിന്റെ വയല് കേൾക്കുമ്പോഴും സ്വർഗത്തിന്റെ വയല് പറയുമ്പോഴും വയല് പറയുന്നതും എന്നെ പോലത്തെ വയല് പറയുന്ന 90% ഒന്ന് നമ്പർ ഞാൻ തന്നെ വയല് കേൾക്കുന്ന 90% ആളുകളുടെയും ചിരിയുടെ രസം ഭയങ്കര നമുക്ക് കിട്ടാൻ പോകുന്നൊരു മുതലേ, നമുക്ക് കിട്ടാൻ പോകുന്നൊരു മുതലേ എന്നാണ്. ഇതാണ് ചതിയും വഞ്ചനയും. ഈ വിഡ്ഢി ആലോചിക്കണില്ല ഞാൻ അതിന് അർഹനാണോ. പ്രത്യക്ഷമായ നിസ്കാരമോ നോമ്പോ ഖുർആനോത്തോ ഹജ്ജോ സക്കാത്തോ അതൊക്കെ നല്ലതല്ലേ ആണ് പോലും അതിന് അർഹതയാണോ അല്ലേ എന്ന് എന്നെ പോലത്തെ വിഡ്ഢികൾ വിചാരിക്കണില്ല. അങ്ങനെയാണ് നമ്മൾ പരലോകത്ത് കയറ്റിവിടാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ. അമലു സ്വാലിഹാത്ത് ഫാമിലൊക്കെ ഉണ്ടല്ലോ. ആ സാലിഹായ അമല് അവിടെ സ്വീകരിക്കില്ലേ അത് നമ്മൾ ആലോചിക്കണില്ല. മേത്തരം ചെരുപ്പുണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ പെട്ടി ഉണ്ടാക്കും. ചെരുപ്പിന് പെട്ടി ഉണ്ടാക്കും. ചെരുപ്പ് പെട്ടിയിലല്ലേ വരിക? പറയണോ, പെട്ടിയിലല്ലേ ചെരുപ്പ് വരിക? അപ്പൊ ചെരുപ്പുണ്ടാക്കും, പെട്ടി ഉണ്ടാക്കും. എന്നിട്ട് ചെരുപ്പിനെ പെട്ടിയിലാക്കും. മനസ്സിലാകാൻ പറഞ്ഞത്? ചെരുപ്പാണ് വിദേശത്തേക്ക് കയറ്റേണ്ടത്. അതിനുവേണ്ടി ഒരു കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിൽ ചെരുപ്പാക്കിയിട്ട് വിദേശത്തേക്ക് കയറ്റും അല്ലെ? അങ്ങനെയല്ലേ കയറ്റാണ്? കേസ് അവരുടെ ആവശ്യമല്ല, അവരാവശ്യം ചെരുപ്പാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ കാണുന്നത് കേസാണ്, എന്തല്ല? ചെരുപ്പല്ല. 1000 പെട്ടി അങ്ങനെ കയറ്റും. എത്ര 1000 വിദേശത്തേക്ക് കയറ്റുന്നത് പെട്ടിയാണ്. പെട്ടിനുള്ളിൽ എന്തുണ്ട്? ചെരുപ്പുണ്ട്. എത്ര ഒരു പെട്ടിക്ക് 5000 റുപ്യ വിലയുള്ള ചെരുപ്പൊക്കെ ഉണ്ടല്ലോ കയറ്റണം. എന്നാൽ ഈ ഹാർബറിൽ കൊണ്ടുപോയി, തുറമുഖത്ത് കൊണ്ടുപോയി കപ്പലിൽ കയറ്റി വിടാണ് അമേരിക്കയിലേക്ക് ഈ ചെരുപ്പ്. അതിൻ്റെ ഉള്ളിൽ ചെരുപ്പില്ല നോക്കി, ചെരുപ്പില്ല നോക്കി. ചെരുപ്പില്ലാതെയാണ് ഈ പെട്ടി കയറ്റിയതെങ്കിലോ? ചെരുപ്പില്ലാതെയാണ് ഈ പെട്ടി കയറ്റിയതെങ്കിൽ അവിടെ എത്തിയാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ കമ്പനി അന്താരാഷ്ട്ര കോടതിയിൽ ഈ കമ്പനിക്കെതിരെ നമ്മളെ കുതിരയാക്കിയെന്ന് കേസ്. ചെരുപ്പില്ലെങ്കിൽ പെട്ടി എത്തിയാലോ അൽഹംദുലില്ലാ എന്നാ കമ്പനി വിചാരിക്കോ? കമ്പനിക്ക് ആവശ്യം ചെരുപ്പാണ്, പടച്ചോൻ ആവശ്യം ഇഖ്ലാസാണ്. മനസ്സിലായോ? നമ്മൾ കുറെ പെട്ടി മേലൊക്കെ കയറ്റിയിട്ടുണ്ട്. ഖുർആൻ ഓത്തായിട്ടും സുന്നത്ത് നിസ്കാരമായിട്ടും സദഖയായിട്ടും ഹജ്ജായിട്ടും ഉംറയായിട്ടും പലതായിട്ടും കയറ്റിയിട്ടുണ്ട്. അതിൽ ചെരുപ്പുണ്ടോ ഇല്ലേ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? മനസ്സിലായോ പറഞ്ഞത്? പുതിയണ്ണിനെ വേണ്ടി നമ്മൾ കൊടുത്തയച്ച പെട്ടിയിൽ ചെരുപ്പില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പുതിയണ്ണിനെ നമ്മൾ കൊടുത്തയച്ച തുണിയും കുപ്പായത്തിന്റെ പെട്ടിയുള്ളൂ, എന്തില്ല? ചെരുപ്പില്ലെങ്കിൽ എങ്ങനെ നിക്കാഹ് മുന്നോട്ട് പോകും? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമ്മൾ ഈ സ്വർഗത്തെ പറ്റി ഇങ്ങനെ വയല് കേൾക്കുക, വയല് പറയാ, ഇതാണ് ഇപ്പൊ കാര്യമായ പണി എല്ലാവർക്കും. സ്വർഗത്തിനെ പറ്റി വയല് പറയാ, വയല് കേൾക്കുക, എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. അപ്പൊ ഈ കേൾക്കുന്നവൻ പറയുന്നവനെ പറ്റി എന്ത് വിചാരിക്കും? മൂപ്പരേതായാലും അതിന്റെ അർഹനാണ്. പറയുന്ന എന്നെപ്പോലത്തെ ആളുകൾ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ് എന്ന് നിൽക്കണം പറയാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിന് വരിക. വയലിങ്ങനെ കേട്ടാൽ മൂപ്പരോട് ടിക്കറ്റ് വെച്ചാൽ കിട്ടുമെന്നാണ് ഇന്നെപ്പോലത്തെ ഒരു വയലിട്ട വിചാരിക്കുക. ആകെ വയല് പറയുന്നവന്റെയും കേൾക്കുന്നവന്റെയും ഒരു പ്രയാസം മരിച്ചു കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. എന്ത് കിട്ടാൻ?
സ്വർഗം കിട്ടാൻ. മരിച്ചില്ലല്ലോ, മരിച്ചാലത് നമ്മക്കല്ലാതെ ആർക്കാണ് കിട്ടാൻ നമ്മൾ വിചാരിക്കുന്നത്. ഈ അബദ്ധ നാട്യം, ഈ അബദ്ധ ചിന്തകളെ എഡിറ്റ് ചെയ്യുക എന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ സ്വർഗം പറയാൻ ഒരു 30 ദിവസത്തെ ക്യാമ്പയിൻ നടത്തിക്കൊള്ളണം എന്നില്ല. 30 ദിവസം കൊണ്ട് ഇത് തീരുമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണമില്ല. ഇറങ്ങി നോക്കുമ്പോൾ വലിയ അത്ഭുതമാണ്. ഇനിയും ഉള്ളതൊന്നും എനിക്കറിയൂല. അള്ളാഹു തൗഫീഖ് എന്നാൽ റമദാൻ മുഴുവനും ഞാനിത് പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ ഉള്ളതൊന്നും എനിക്കോട്ട് അറിയുകയില്ല. വിഷയം ഏതായാലും തീരൂല, ഇത്രയും ഗാനമാണ് വിഷയം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രഭാഷണം എന്തിനു വേണ്ടിയാണ്? ഈ പ്രഭാഷണം അബദ്ധധാരണയെ തിരുത്താൻ ഒന്ന്. പിന്നെ എന്താണത് നമ്മൾ മനസ്സിലാക്കണം വേണം. അൽഹംദുലില്ലാഹ് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിന് നമ്മൾ പരിശോധിക്കും. അതിൽ വന്ന ആയത്തുകളും ഹദീസുകളും നമ്മുടെ ഖദർസ്ഥാനത്തനുസരിച്ച് നമ്മൾ പരിശോധിക്കും ഇൻഷാ അല്ലാഹ്. അതേ സമയത്ത് നമ്മൾ അബദ്ധധാരണകളെ തിരുത്തണം. ഇന്നെങ്കിലും ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ശരീഫിൽ. ലുഖ്മാൻ അധ്യായത്തിന്റെ അലൈഹിസ്സലാം 33-ാമത്തെ വചനം. ഈ ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ചതി അഹ്ലുൽ കുഫറിന് മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടത്. മുസ്ലിമീങ്ങളും ചതിയിൽ തന്നെയാണ്. മുസ്ലിം നാമധാരി ആയതുകൊണ്ടോ ഇനി പ്രത്യക്ഷ അമൽ ചെയ്തത് കൊണ്ടോ സ്വർഗത്തിന് അവൻ അർഹനായിക്കൊള്ളണം എന്നില്ല. അർഹനല്ലാത്തവനും മഹതായ ഫദ്ൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുത്തൂടെ? അത് അവന്റെ താല്പര്യം. പക്ഷെ അത് നിയമപുസ്തകത്തിൽ പറയാൻ കഴിയില്ല. മനസ്സിലായി പറഞ്ഞത്? എടുക്കാൻ വേണ്ടിയിട്ട് അറബി ഇന്റർവ്യൂവിന് വന്നു. 10 ആളും വന്നു. പക്ഷേ യോഗ്യന്മാരായ ആളുകൾ 5 ആളെ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ യോഗ്യരായ 5 ആളുകളെയും അറബിക്ക് കൊണ്ടുപോകാം. എന്തു പറയാം? ഇപ്പൊ 5 ആളെ എടുക്കണുള്ളൂ, പിന്നെ അത് യോഗ്യന്മാരെ കിട്ടട്ടെ, അതിനടക്കം ചെയ്യാം. അത് അറബിയുടെ താല്പര്യമാണ്, നിയമപുസ്തകത്തിൽ പറയാൻ കഴിയില്ല. ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മധ്യവർത്തി പറഞ്ഞിട്ടുണ്ട് ഇത്ര പദങ്ങൾ പഠിക്കണം. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്, അവിടെ സോപ്പിന് എന്താണ്, സാബൂന് എന്തിനാണ്, ശർക്കര എന്താണ്, എന്താ പറയാ, ഇങ്ങനെ ഒരു 100 കൂട്ടം സാധനങ്ങളെ പേര് പഠിക്കണം, എന്നാലേ ഇന്റർവ്യൂ പാസ്സാവും. ഇവനാകട്ടെ അതൊന്നും സാരല്ല എന്ന് വിചാരിച്ച് ഇവനാകെ ഒരു അസ്സലാമു അലൈക്കും കൈപ്പലാൽ കോയിസ് ദൈവം പഠിച്ചിട്ടുള്ളൂ. അറബി ഇന്റർവ്യൂ നടത്തി നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിർത്താൻ പറ്റിയ 5 ആളേ ഉള്ളൂ. ബാക്കി 5 ആളോ പഠിച്ചിട്ടില്ല. ഇനി അറബിക്ക് 2 വഴിയുണ്ട്. എന്ത്? ഇല്ല, പോയിക്കോളെന്ന് പറയാം. അതാണ് നേരത്തെ നൽകിയ വിവരമനുസരിച്ച് അത് പറയലാണ് അവിടുത്തെ ശൈലി. ഇനി അറബിക്ക് എന്തും പറയാം, സാരല്ല ഒന്നോളൂ, അങ്ങനെ പറയാം. പക്ഷേ അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാതെ പോകാൻ പറ്റില്ല. നിയമം ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അല്ലാഹു തആല പുറത്തരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നടന്നാൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഒരു വിഡ്ഢിയാവും. അൽ ആജിസ് വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. മുഹമ്മദ് മുസ്തഫ. ആരാണ് പമ്പര വിഡ്ഢി? ആരാണ് ഒന്നിനും കൊള്ളാത്തവൻ? ആരാ? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, തന്റെ ഹവ അനുസരിച്ച് അങ്ങനെ ജീവിച്ചു. മനസ്സിന്റെ ഹവ പറയുന്നതിനനുസരിച്ച് ജീവിച്ചു. എന്നിട്ടോ മനസ്സിലായേ? സിനിമ കൊണ്ട് സിനിമ പോയി, കുതിര വിട്ടു, ആരാന്റെ മുതൽ പിടിച്ചടക്കി, പള്ളിന്റെ മുതൽ പിടിച്ചടക്കി, മദ്രസന്റെ മുതൽ പിടിച്ചടക്കി, കള്ളക്കണക്ക് എഴുതി പൈസ കിട്ടു, ഇങ്ങനെ അക്കരവാ, ഇങ്ങനെ പലതും.
ജനങ്ങളെ പേടിപ്പിച്ചു, നമ്മൾ പേടിച്ചില്ല. മൂല്യന്മാരല്ലേ നമ്മൾ? ജനങ്ങളോട് നമ്മൾ നന്മ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ തിന്മ ചെയ്തു. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു, നമുക്കത് വിഷയം ഉണ്ടായില്ല. ജനങ്ങളോട് നമ്മൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു, നമുക്കതൊന്നൊരു പ്രശ്നമല്ല, നമ്മൾ സൗകര്യം കിട്ടിയ വ്യഭിചരിക്കാൻ പറഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് എന്റെ ആരോ ഒന്നിനും പറ്റാത്തവരെന്ന് പറഞ്ഞാൽ സ്വന്തം ഹവ അനുസരിച്ച് ജീവിച്ചിട്ട് അള്ളാഹുവിൽ കൊതിക്കുക. ഒന്നിനും കൊള്ളൂല. അവൻ നിയമപുസ്തകത്തിനെതിരാണ്, അവൻ അള്ളാന്റെ ദീനിനെതിരാണ്, അവൻ അള്ളാന്റെ മാർഗത്തിന് തള്ളപ്പെട്ടവനാണ് എന്ന് പറയാ. വ്യഭിചരിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ ചിന്തിക്കുക, അല്ലാഹു ഗഫൂർ റഹീം അല്ലേ. കള്ളുടിക്കുമ്പോൾ ചിന്തിക്കുക, അല്ലാഹു ഗഫൂർ റഹീം അല്ലേ. ആരാണ് മുതൽ കക്കുമ്പോൾ വിചാരിക്കുക, അല്ലാഹു ഗഫൂർ റഹീം അല്ലേ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതദറൂന മനിൽ ആജിസു, ഒന്നിനും പറ്റാത്തവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലു അഅലം, അത് അല്ലാഹുവിനും റസൂലിനും ഏറ്റവും അറിയൂ, ഞങ്ങൾക്കറിയില്ല. സ്വഹാബത്ത് മറുപടി പറഞ്ഞു. അപ്പോൾ ഹബീബിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്, തന്റെ നഫ്സിനെ ഹവക്കനുസരിച്ച് അങ്ങനെ നടത്തി. സിനിമ കാണുക, മൊബൈലിൽ കുതിര വിടുക, എല്ലാ തോന്നിയാസവും അല്ലെങ്കിൽ വശപ്പെടുന്ന തോന്നിയാസമൊക്കെ വതമന്നാ അലല്ലാഹ്, എന്നിട്ട് ആഗ്രഹിക്കുക. ആരുടെ മേൽ ആഗ്രഹിക്കുക? അല്ലാഹു ഗഫൂർ റഹീം അല്ലേ, അല്ലാഹു ഗഫൂർ റഹീം അല്ലേ എന്ന് പറയാ. ഇത് വഞ്ചനയാണ്, ചതിയാണ്. ഇതാണ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. മറക്കേണ്ടത് മറക്കാതെ ഒരു പെണ്ണ് ജീവിക്കുക. എന്നിട്ട് പറയാ അല്ലാഹു ഗഫൂർ റഹീം അല്ലേ. കണ്ട ആണുങ്ങൾക്കൊക്കെ ഫോൺ ചെയ്യാ, എന്നിട്ട് ചിന്തിക്കുക അല്ലാഹു ഗഫൂർ റഹീം അല്ലേ. കണ്ട ഓട്ടോറിക്ഷക്കാരോടും ബസ്സിലെ കണ്ടക്ടർമാരോടും എല്ലാം ബന്ധം സ്ഥാപിക്കാം, എന്നിട്ട് ഉള്ളിൽ ചിന്തിക്കുക അല്ലാഹു ഗഫൂർ റഹീം അല്ലേ എന്ന്. അല്ലാഹു ഗഫൂർ റഹീമാണ് എന്ന് വഅലും പറയാ, വഅലും കേൾക്കുക. എന്നിട്ട് വതമന്നാ അലല്ലാഹ്. അപ്പൊ ഇവരൊക്കെ ചതിച്ചു. ആര് ചതിച്ചു? ദുനിയാവ് ചതിച്ചു. ചിന്തിക്കണം. അപ്പൊ സ്വർഗത്തിന് അവകാശിയാകുന്ന സ്വർഗം കിട്ടേണ്ടതാണ്, പക്ഷെ കിട്ടൂല. മനുഷ്യനൊക്കെ സ്വർഗം കിട്ടും, മനുഷ്യർക്കൊക്കെ പോയാലും സ്വർഗം വിശാലമാണ്. അല്ലാഹു തആല അതിന്റെ വിശാലത ഞാൻ പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. ഈ ദുനിയാവിലെ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള ആളുകളെയും, പിന്നെ ഇതുപോലെ വേറൊരു ആദമിനെയും, പിന്നെ അന്ത്യനാൾ വരെയും, പിന്നെ വേറൊരു ആദമിനെയും അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാൾ വരെയും, അങ്ങനെ അറ്റമില്ലാത്ത ആദമുകളെയും മക്കളെയും പഠിച്ചിട്ട് അവരെല്ലാം സ്വർഗത്തിലാക്കിയാലും സ്വർഗം വിശാലമാണ്. അതിന് അല്ലാഹു തആലക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് വെച്ചിട്ടുണ്ടാക്കേണ്ടതില്ല. ഈ സ്ഥാപനത്തിൽ ക്ലാസ് റൂം ഒഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ക്ലാസ് ഇടയ്ക്ക് എവിടെ നടത്തുന്നത്. ചില ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ എവിടെ നടത്തുന്നത്? മുറ്റത്ത്. എന്തുകൊണ്ട് പറയാം? എന്തുകൊണ്ട്? ഇനിയിപ്പോ നമുക്ക് പുതിയ ബിൽഡിംഗ് ഉണ്ടായി വരണം, ഇവിടെ ക്ലാസ് റൂം ഇല്ല, പല ക്ലാസ് നമ്മൾ മുറ്റത്ത് നടത്തും. ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ആളുകൾ വന്നു നോക്കുമ്പോൾ ഹിസാബ് കഴിഞ്ഞൊക്കെ എല്ലാവരും ക്ലിയറാ. അപ്പൊ അല്ലാഹു തആല പറയാ എല്ലാവരോടും, ക്ഷമിക്കട്ടെ, ഇത്ര ആൾ വരുന്ന ഞാൻ വിചാരിച്ചില്ല, നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെ നന്നായിട്ട്. ഏതായാലും ഞാൻ പെട്ടെന്ന് ഒരു ടെന്റ് കെട്ടാൻ പറയും. അവരെ സൗകര്യം AC ഒക്കെ വെച്ച്, മിനയിലൊക്കെ ടെന്റ് ഉണ്ട്, അതേമാതിരി കൂളറൊക്കെ വെച്ചതാ. പിന്നെ പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ മെല്ലെ മെല്ലെ ഞങ്ങളെ കാറ്റഗറി അനുസരിച്ച് കയറ്റിക്കളട്ടാ, നിങ്ങൾ ക്ഷമിക്കണേ. അപ്പൊ നമ്മൾ പറയാം അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല പഠിച്ചോനെ, എന്നാലും ദുനിയാവിനേക്കാൾ ഉഷാറാണല്ലോ, സ്വർഗത്തിലെ ടെന്റ് അല്ലേ. അങ്ങനെ ഉണ്ടാവൂല. എന്തുണ്ട്? കോടാനക്കോടി ആദം നബിയെയും അവരൊക്കെ സമുദായത്തിനെ കയറ്റിയാലും അതിനേക്കാൾ വിശാലമാണ് എന്ത്? സ്വർഗം. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇനി ഒരാൾ കേറ്റില്ലെങ്കിലും സ്വർഗത്തിന്റെ പ്രശ്നമില്ല. അതിനൊക്കെ പണിയെടുത്ത ആളുകൾ അല്ലാഹുവിന്റെ അടുക്കലുണ്ട്.
അതേത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇനിയുണ്ടാവും. അപ്പൊ മനസ്സിലാക്കണം, സ്വർഗത്തിന്റെ വാളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യം എന്നല്ല, എനിക്ക് നഷ്ടപ്പെടുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ ഉള്ളിൽ പഠിക്കണം. വഞ്ചിതർ എന്ന് പറഞ്ഞാൽ കുഫർ മാത്രമല്ല, മുസ്ലിങ്ങൾ വഞ്ചിതർ തന്നെ. മുസ്ലിങ്ങളായതുകൊണ്ട് സ്വർഗാവകാശം ആയിക്കൊള്ളുന്നില്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ബാപ്പാക്കും മുസ്ലിം ഉമ്മാക്കും ജനിച്ചത് കൊണ്ട് സ്വർഗാവകാശി ആയിക്കൊള്ളണം എന്നില്ല. ഇവരുണ്ടാവും കുഫർ പരമവഞ്ചിതർ. എന്തുകൊണ്ട്? സ്രഷ്ടാവിനെ യഥാർത്ഥത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിങ്ങനെ ഞഞ്ഞാ പിഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന്റെ അമ്മ എന്നും പറയുന്നുണ്ട്, മാധവ നമ്മളെ കിണറ്റിൽ വെള്ളമില്ലല്ലോ. മാധവ നേരെ മോട്ടോർ സൈക്കിൾ എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോവാ. എന്തിന്? ചൊവ്വയിൽ വെള്ളമുണ്ടോ? എന്താ പഠിക്കുന്നത്? ചൊവ്വയിൽ വെള്ളമുണ്ടോ? അമ്മ പറഞ്ഞേ, ദ്രമാനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ പറ്റേ കിണറ്റിൽ വെള്ളമില്ലടാ. അതൊന്നും ചെവി കൊടുത്തല്ല. അവൻ എവിടേക്കാ പോകുന്നത്? ചൊവ്വയിൽ വെള്ളമുണ്ടോ? മാധവൻ രാവിലെ എണീറ്റ അമ്മ പറഞ്ഞേ, എടോ കുളിക്കാൻ അവിടെ വെള്ളമില്ല. അതൊന്നും പരിഗണിച്ചില്ല. അവൻ കുളിച്ചോല്ല, പാൻറ് കയറ്റി പച്ച പാഞ്ഞ് കുളിക്കാതിരിക്കലല്ലേ ഇപ്പോഴത്തെ ഫാഷൻ. ഇപ്പി മനസ്സിലായോ പറഞ്ഞത്? അവന്റെ വീട്ടിൽ വെള്ളമുണ്ടോ, കിണറിൽ വെള്ളമുണ്ടോ എന്നുള്ളതാണ് അവന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. ഇല്ലേ അവിടെ വെള്ളം ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കലാണ് ഉത്തരവാദിത്വം. എന്നിട്ട് മതി ചൊവ്വയിലും ബുധനിലും ശുക്രനിലും ഒക്കെ വെള്ളം ഉണ്ടോ നോക്കില്ല. ഇതവന്റെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ IAS പാസ്സാകലല്ല ഒരു മനുഷ്യന്റെ ആദ്യത്തെ ബാധ്യത. എന്നെ ആര് സൃഷ്ടിച്ചു? ഞാൻ ആരുടെ മുതലാണ്? എന്നെ ആര് ഭൂമിയിൽ എത്തിച്ചു? എന്നെ ആരെവിടെ ഇട്ടത്? എന്താണ് അവരുടെ ധർമ്മം? എന്താണ് അയാളുടെ ലക്ഷ്യം? മനസ്സിലായില്ലേ? അപ്പോൾ കുഫ്ർ ഒന്നാം നിലയിൽ തന്നെ വഞ്ചിതരായി. സഹതപിക്കണം. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ സ്രഷ്ടാവിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കണ്ടെത്തിയാൽ പിന്നെ എന്താണ് തന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് തന്നെ ഇവിടെ എത്തിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് അവൻ പ്രവർത്തിക്കണം. അപ്പോൾ സമ്മാനത്തിന് അർഹനാവും. മനസ്സിലായില്ലേ? പറഞ്ഞ് ചിന്തിക്കണം. അപ്പോൾ കുഫ്ർ വഞ്ചിതരാണ്. അതേപോലെ മുസ്ലിങ്ങളും വഞ്ചിതരാണ്. മുസ്ലിങ്ങളൊക്കെ സ്വർഗാവകാശിയാണ്. ആര് പറഞ്ഞു? ഞാൻ മഹാനായ ഇമാം ഗസ്സാലി, അബൂ ഹാമിദുൽ ഗസ്സാലി മുഹമ്മദ് ബിൻ മുഹമ്മദ് അബൂ ഹാമിദുൽ ഗസ്സാലി ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു ഉറക്കപ്പറ. മുഹമ്മദ് ബിൻ മുഹമ്മദ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി അവരുടെ കീമിയാഉസ്സായദയിൽ നിന്ന് ഒരു ഏരിയ വായിക്കണം. ലോക പ്രശസ്തമായ അവരുടെ കിതാബാണ് കീമിയാഉസ്സായദ, വിജയത്തിന്റെ രസതന്ത്രം. എന്താണ് കിതാബിന്റെ പേര്? എന്താ പേര്? വിജയത്തിന്റെ രസതന്ത്രം. 1000 കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണ്. ആ കിതാബിൽ ഒരു ഏരിയയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ പറ. വിജയത്തിന്റെ രസതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഒരു ഏരിയയിൽ വഞ്ചിതരെ പറ്റി പറയുന്നുണ്ട് ഇമാം ഗസ്സാലി. ഇടയിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്. എന്താ അധ്യായത്തിന്റെ പേര്? അത്തബീനു ഫീ ഗുറൂറിൽ ഖൽഖി അജ്മഈൻ. അൽ-കശ്ഫ് വത്തബീനു ഫീ ഗുറൂറിൽ ഖൽഖി അജ്മഈൻ. സൃഷ്ടികളെല്ലാം വഞ്ചിതരായത് വിശദീകരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുക. സൃഷ്ടികളെല്ലാം വഞ്ചിതരായത് വെളിപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുക. ഇതൊരധ്യായമാണ്. ഏതിലുള്ള? കീമിയാഉസ്സായദയിലുള്ള ഒരു അധ്യായം. ചിന്തിക്ക്. വൽമുഅ്മിനൂന ബിഅൽസിനതിഹിം വഅഖായിദിഹിം. ഈ മുഅ്മിനീങ്ങൾ തന്നെ നാവ് കൊണ്ട് മുഅ്മിനാണ്, വിശ്വാസം കൊണ്ട് മുഅ്മിനാണ്. ഇദാ ളയ്യഉ അവാമിറല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ അവർ പാഴാക്കി കളഞ്ഞാൽ അതേതാ? വഹിയൽ അഅ്മാലു സ്വാലിഹ. വിശ്വാസമൊക്കെ നന്നായിട്ടുണ്ട്, അല്ലാഹു ഏകനാണ്, ഖുർആൻ ഒക്കെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ അവർ വിശ്വസിച്ചിട്ടുണ്ട്.
അള്ളാഹു ഇറക്കപ്പെട്ട സത്യസന്ധമായ വിജ്ഞാനങ്ങളെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ പാഴാക്കി കളഞ്ഞു എന്നിരിക്കട്ടെ. എന്നാലോ എന്നിട്ട് അവർ ശുഭഹത്തിൽ അങ്ങോട്ട് പെരണ്ടു. തെറ്റായ കാര്യങ്ങൾ, അള്ളാഹിന്റെ കൽപ്പന സ്വീകരിച്ചില്ല, അള്ളാഹുവിന്റെ ശാസനകളെ കണക്കാക്കിയതുമില്ല. എന്നിട്ട് തെറ്റുകളിൽ അങ്ങനെ പെരണ്ടു, കൽപ്പനകൾ പാലിച്ചില്ല, തെറ്റിൽ പെരണ്ട് ജീവിച്ചു. പ്രത്യക്ഷത്തിൽ പോലെ ആരാ? നാവ് കൊണ്ട് മുസ്ലിമാ, വിശ്വാസം കൊണ്ട് മുസ്ലിമാ. അള്ളാഹു രണ്ടുണ്ടെന്ന് അവർക്ക് വിശ്വാസമല്ല, അള്ളാഹു ഒന്ന് തന്നെ. ഖുർആൻ അള്ളാഹിന്റെ കിതാബാണെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അവരെ കൽപ്പനകൾ അവർ സ്വീകരിക്കില്ല, അവരെ ശാസനകൾ അവർ പരിഗണിക്കില്ല. എങ്കിൽ ബഹുമുൽ മഗ്റൂറൂന കൽ കുഫാരി, സത്യനിഷേധികളെ പോലെ ഇവരും ഒരു തരം നിഷേധികളാണ്. വഞ്ചിതരാ, ഇവരും വഞ്ചിതരാ. വഞ്ചിതര എന്ന് പറഞ്ഞാൽ ഇവരും സ്വർഗാവകാശികളാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. ഞാനല്ല, കീമിയാവ് സഹരയിൽ നിന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ ഒരു ഏരിയ ഞാൻ വായിക്കുകയാണ് ഇവിടെ. പിന്നെ അവരെന്ത് പറയും? അവർക്കൊരു ധാരണ, ഇങ്ങനെയുള്ള ആളുകൾ പല തരത്തിൽ വഞ്ചിതരാവും. ഞാൻ ഓരോ തരത്തിലും പറഞ്ഞുതരാം. ഒരു തരം വഞ്ചിതൻ എന്താ? നമ്മളിപ്പോ അങ്ങനെയൊക്കെ ആയിട്ടും പഠിച്ചോ നമുക്ക് ഇവിടെയും മുതലും സൗകര്യമൊക്കെ തരുന്നില്ലേ? അപ്പോൾ നമ്മളെടുത്തുള്ള തെറ്റുമുറ്റൊക്കെ ആൾക്ക് അറിയാലോ, അള്ളാഹ്ക്ക് അറിയാലോ. എന്നിട്ട് അള്ളാഹു തആല നമുക്ക് ഇവിടെ മുതലും കാര്യം സൗകര്യമൊക്കെ തരുന്നുണ്ടല്ലോ, എങ്കിലും ഗഫൂർ റഹീം അല്ലേ? അപ്പൊ അത് അവിടെ ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട. വഞ്ചിതരിൽ ഒരു വിഭാഗത്തിന്റെ ഒരു വിഭാഗം വഞ്ചിതരായ കാര്യമാണ് പറയുന്നത്. എന്താണ് അവരുടെ വാക്ക്? അവർ തെറ്റുക ചെയ്യും, നന്മ ചെയ്യൂല. അവർ നിസ്കാരം പാഴാക്കി കളയും, നോമ്പ് പാഴാക്കി കളയും. ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. ധനാഢ്യന്മാരായ വലിയ ധനാഢ്യന്മാർ, ഹജ്ജ് ചെയ്യാതെ മരിച്ച ധനാഢ്യന്മാരെ എനിക്കറിയും. വലിയ ധനാഢ്യന്മാർ ഹജ്ജ് ചെയ്തില്ല, മര്യാദയ്ക്ക് സക്കാത്ത് കൊടുത്തില്ല, മര്യാദയ്ക്ക് നിസ്കരിച്ചില്ല. ധനാഢ്യന്മാർ മാത്രമല്ല, അല്ലാത്തൊരു ആർക്കും അതിൽ നിന്നൊന്നും ഒഴിവില്ല, ഒരാൾക്ക് ഒഴിവില്ല. ജപ്പാനിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്റെ മകന് ഒരു വലിയ വിദ്യാഭ്യാസത്തിന്റെ ചാൻസ് ഉണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, 2 കൊല്ലം അവിടെ സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാം. ജപ്പാൻ സർക്കാർ വലിയ സ്കോളർഷിപ്പ് കൊടുക്കും. പക്ഷേ പ്രശ്നം എന്താ? 2 കൊല്ലം ജുമാ നിസ്കരിക്കാൻ കഴിയില്ല, പരിസരത്ത് ജുമായത്തോളില്ല. ലഞ്ച് സമയത്ത് പെട്ടെന്ന് ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും 12:30. അപ്പോൾ നിസ്കരിക്കുക ചെയ്യാറ്, ളുഹർ നിസ്കരിക്കുക. എന്തിനു പറ്റൂല? ആ സമയത്ത് കാർ എടുത്ത് പോയി ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എങ്ങോട്ട്, ജുമായത്തോളിലേക്ക് എത്തൂല. അപ്പൊ തൽക്കാലം ളുഹർ കൊണ്ട് ഒപ്പിച്ചൂടെ ഒപ്പിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ അള്ളാന്റെ കൽപ്പനയില്ല. അത് ആരെങ്കിലും പഠിച്ചാൽ മതിയോ? അത് മാധവൻ പഠിച്ചാൽ മതിയോ? അത് തോമസ് പഠിച്ചാൽ മതിയോ? ജുമാ നിസ്കരിക്കൽ കൽപ്പനയാണ്, ഒഴിവാക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? യാത്രയെ പോലെയുള്ള ഒരു കാര്യം, രോഗം അല്ലെങ്കിൽ യാത്ര, മതിയായ കാരണമില്ലാതെ ഒരു മനുഷ്യൻ 3 ജുമാ ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിന് അല്ലാഹു സീൽ വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പോയി എന്നുള്ളത് ന്യായമായി പറയാൻ പറ്റില്ല. അക്കറ ചില ആളുകളുടെ ധാരണയാണ്, നമ്മളിപ്പോ നിസ്കാരമൊക്കെ കുറച്ച് കുറവുണ്ട്, നോമ്പ് കുറവുണ്ട്, എന്നിട്ട് പോയി നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, എങ്കിൽ അവിടെയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ഗുണം ചെയ്തല്ലോ, ദുനിയാവിനെ അണത്തോളെ കൊണ്ട് തന്നെ. അള്ളാഹു നമ്മളെ സ്നേഹിച്ചുകൊണ്ടല്ലേ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. വക്കുല്ലു മുഹബ്ബിൻ മുഹ്സിനുൻ, നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഉപകാരം ചെയ്യും, പിന്നെ ഉപകാരം ചെയ്തവരൊക്കെ സ്നേഹിക്കുന്നവനുമാണല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കും. പക്ഷേ പ്രശ്നം എന്താ? നിന്നെ സ്നേഹിച്ചിട്ടല്ല അള്ളാഹു നിഅമത്ത് തന്നിട്ടുള്ളത്, പിന്നെന്താ? ഇത് പരീക്ഷയാ. ولا تمدن عينيك الى ما متعنا به ازواجا منهم فلا تمدن فاوا അല്ലേ? ഒരു ഏതാ സൂറത്ത്? ത്വഹ. ولا تمدن عينيك الى
ഇല്ലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹും ഫീഹി. പല ആളുകൾക്കും ഞാൻ ഐഹിക ലോകത്ത് കൊടുത്ത അനുഗ്രഹങ്ങൾ അത് കണ്ട് നീ വഞ്ചിതനാക്കണ്ട, അങ്ങോട്ട് നീ വല്ലാതെ കണ്ണ് നീട്ടുകയും വേണ്ട. എന്റെ ലിനഫ്തിനഹും ഫീഹി, അതിലവരെ പരീക്ഷിക്കലാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ഞാൻ അവരെ സ്നേഹിച്ചു കൊടുത്തതല്ല, അവരെ പരീക്ഷിക്കാൻ കൊടുത്തതാണ്. ഈ വ്യഭിചാരിയായ തമ്മാടി വ്യഭിചരിച്ചുകൊണ്ട് നടക്കുമ്പോഴും സമ്പത്തുണ്ടാവും, നിസ്കരിക്കാതെ നടക്കുമ്പോഴും സമ്പത്തുണ്ടാവും, നോമ്പോൽക്കാൻ നടക്കുമ്പോൾ സമ്പത്തുണ്ടാവും, സക്കാത്തും സദക്കയും കൊടുത്തിട്ടില്ലെങ്കിലും സമ്പത്തിന്റെ കുറവുണ്ടാവില്ല. അപ്പൊ ഇവൻ വിചാരിക്കാണ് എന്ത്, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, പരലോകത്ത് എന്നാൽ ഇതിനേക്കാൾ വലിയത് കിട്ടും. ആര് പറഞ്ഞതുപോലെ വമാ അളുന്നു സ്സാഅത ഖായിമ വലഇൻ ഉദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. ഒരാൾ പറഞ്ഞല്ലോ അൽക്കഫിലില്ലേ, വമാ അളുന്നു സ്സാഅത ഖായിമ, ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. മുതലാളിമാരെ അങ്ങനെയാണ്, പൈസ ഒക്കെ കൂടിയ പിന്നെ ഖിയാമത്ത് നാളിൽ അഭിപ്രായം ഉണ്ടാവില്ല. ഖിയാമത്ത് നാൾ പൈസ കൂടുന്നതിനനുസരിച്ച് ആചാര്യ വിശ്വാസമൊക്കെ അന്ധവിശ്വാസം. മൗര്യന്മാരിങ്ങനെ പറയുന്നത് ഖിയാമത്ത് നാൾ ഉണ്ടാവും, പക്ഷേ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് അതിന് വിശ്വാസമില്ല. ഞങ്ങൾ വേറെ കാറ്റഗറിയാണ്. ഞങ്ങളെ മറ്റേ ബിസിനസ്മാന്, മറ്റേ അമേരിക്കയിലെ എന്നാലിന് വൈസ് ചാൻസലർ, ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ ക്ലബിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഖിയാമത്ത് നാളിലൊന്നും വിശ്വാസമില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാർ പോലെ പറയാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്ന കാര്യം ശരിയല്ല. ഇനി ഇനി എങ്ങനെ ഖിയാമത്ത് നാൾ ഉണ്ടായി ജനങ്ങളെയൊക്കെ അള്ളാന്റെ അടുത്തേക്ക് മടക്കുകയാണെങ്കിൽ ഇവിടുത്തെക്കാൾ വലിയ അവിടെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. അവിടെ തന്നോനല്ലേ അവിടെ തരിക, അതിനേക്കാൾ വലിയ തരുന്ന സ്ഥലമല്ലേ അത്, അവിടെ കിട്ടും. ഇവിടെ ഇപ്പൊ ഞാൻ ഈ കളികളൊക്കെ കാണുന്നുണ്ടല്ലോ, എന്നിട്ടത് തരുന്നുണ്ടെങ്കിൽ അവിടെ അതിനേക്കാൾ വലിയ തരും. അതിന് നിങ്ങൾ വിചാരാണ്ട് വലിയവരെ ഖിയാമത്തിനാളോ, ഖിയാമത്തിനാളിൽ ഞങ്ങളെപ്പോഴത്തെ മഹാന്മാർക്കൊന്നും അഭിപ്രായമില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖിയാമത്തിനാൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാവുകയാണെങ്കിൽ മദ്രസയിലൊരു വിവരമൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട മല്ലാക്ക പഠിപ്പിച്ചിരുന്നു ഞങ്ങളെ. അയാൾ പറഞ്ഞിരുന്നു നമുക്ക് ഖിയാമത്തിനാളൊക്കെ ഉണ്ടാവും. മൂപ്പർക്ക് വിവരമില്ല. മൂപ്പർക്ക് മലയാളത്തിൽ പോലും മൂപ്പരെ പേര് മര്യാദയ്ക്ക് എഴുതാൻ കഴിയില്ല. മൂപ്പര് കോയ മുസ്ലിയായിരുന്നുള്ളത് കോഴ മുസ്ലിയായിരുന്നായിരുന്നു എഴുതിയിരുന്നത്. പോലും മര്യാദയ്ക്ക് എഴുതാൻ കഴിയാത്ത അയാൾ വാഴുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു വിവരമില്ലാത്തൊരു മല്ലാക്കാണ് എന്നെ പഠിപ്പിച്ച്. അയാൾ പറഞ്ഞു അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അന്നൊക്കെ അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നമുക്ക് നേരെ വെളുത്തില്ലേ, മനസ്സിലായോ പറഞ്ഞത്? ഇനി ബൈ ചാൻസിൽ ഖിയാമത്ത് നാൾ ഉണ്ടായാലോ, അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അത് നമുക്കറിയും. ഓത് മോനെ ഓത്. وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. മുസ്ലിമീങ്ങളിൽ വലിയൊരു ശതമാനമേ ഇത്തരം വാക്കുകളിൽ വഞ്ചിതരാണ്. നമുക്ക് ഇന്ന് വരെ ഒരു കുറവുണ്ടായിട്ടില്ല. നമ്മളെ പടച്ചോൻ കുഴക്കിയിട്ടില്ല എങ്കിൽ അവിടെയും കുഴക്കൂല. ഇത് നമുക്കായ മനുഷ്യന്മാർ വരെ പറയുന്ന വാക്കുകളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അഞ്ചോത്ത് മര്യാദ സംസ്കരിക്കാത്തവർ വരെ ഈ വാക്ക് പറയും. ഇതെന്താ പ്രശ്നം? അവന്റെ ഹവനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിൽ കുതിക്കുക. ഇവൻ ആരാ? ഇവൻ ഈ ലോകത്തെ പോഴത്തക്കാരൻ. ഇതിനാണ് ആജിസ് എന്ന് പറയാ. മലപ്പുറം ജില്ലയിൽ പോഴത്തക്കാരൻ എന്നൊരു ഭാഷ ഉണ്ട്. ഇത് അങ്ങനെ ഒരു ഭാഷ അല്ലേ പോഴത്തക്കാരൻ? അതായത് പോഴത്തക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? പോഴത്തക്കാരൻ എന്ന് പറഞ്ഞാൽ പമ്പര വിട്ടി വെള്ളത്തിൽ ആണി അടിക്കുന്നവൻ. ഉദാഹരണം പറയാം. ഒരാൾ എന്ത് ചെയ്ത് ആണി ചുറ്റിയും കൊടുക്കുന്നത് വെള്ളത്തിൽ മേടി, വെള്ളത്തിലാണ്, വെള്ളത്തിന് ആടി അടിക്കുക. മനസ്സിലായില്ല? കാറ്റ് വരുന്നതിനനുസരിച്ച് പാത്രത്തിലെ വെള്ളം ഇങ്ങനെ ഇളകുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച കസേരന്റെ ഇതിങ്ങനെ ഇളകിയപ്പോൾ ആശാരിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത്, അപ്പൊ ആശാരി വേഗം ആണി അടിച്ച് ഇളക്കം നിർത്തിയപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഒരു പാത്രത്തിലെ വെള്ളം കാറ്റടിച്ച് ഇളക്കുന്നുണ്ട്. അപ്പൊ അവനെ എന്ത് ചെയ്ത് ആണി കൊണ്ടുവന്നാണ് ചുറ്റി കൊണ്ടുവന്ന് വെള്ളത്തിന് ഇളക്കം നിർത്താൻ വേണ്ടി ആണി അടിച്ചു.
ഇതാണ് മിസാല്, ഇതാണ് ഉദാഹരണം. ആർക്ക്? പോഴത്തക്കാരൻ. മനസ്സിലായില്ലേ? മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പോഴത്തക്കാരൻ. ഇസ്ലാമിക വീക്ഷണത്തിൽ വെള്ളത്തിൽ ആണിയടിക്കുന്ന പോഴത്തക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അതാരാ? തന്റെ അവസ്ഥ അനുസരിച്ച് ഇങ്ങനെ അവനുസരിച്ച് ജീവിക്കുക, തോന്നിയതുപോലെ ജീവിക്കുക. ഇതൊക്കെ ഇവിടെ തന്നെ പഠിച്ചോൻ അവിടെയും തരുന്നു. അറിയാം, നമ്മക്ക് കാലം വരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഏക്കുന്റെ കുട്ടിയാക്കിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. ചിലപ്പോ കൊറോണ അവനെ ബാധിച്ചിട്ടുണ്ടാവില്ല. അപ്പുറത്ത് 5 നിസ്കരിക്കണം മോലിയാര് പരയിൽ കൊറോണ, മോലിയാര് പെണ്ണുങ്ങൾ കുട്ടികളെ അമ്പി കിടക്കുകയാണ് കൊറോണ ബാധിച്ച്. തങ്ങളെ പറയ കൊറോണ, മൂലിയാര് പറയ കൊറോണ, എല്ലാവരും പറയണം. ഇവനൊപ്പം പറയുന്നുണ്ട്, നമ്മക്ക് പഠിച്ചവൻ എത്തിച്ചിട്ട് ഇന്ന് വരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ ഒന്നും എന്റെ പരയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ പരലോകത്ത് അവിടെയും വാങ്ങും കൊടുങ്ങൂല. എന്റെ കാര്യത്തിൽ വിചാരണ്ട. ഇതാണ് എന്റെ വഞ്ചിതൻ. ഇത് ആരാ ഇത് പറയുന്ന? മുസ്ലിം വഞ്ചിതൻ, 100% വഞ്ചിതൻ. ആരാ പറയുന്നത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. من أتبع نفسه هواها وتمنى على الله. അല്ലാഹുവിന്റെ മേൽ അങ്ങനെ കുതിച്ച് നടക്കുക. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.